എന്റെ പൊന്നല്ല നിങ്ങൾ എന്തോ കിടന്ന് കാണിക്കുന്നത്? ഇത് തേങ്ങ അല്ല, മാങ്ങ. നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലോ, എനിക്കറിയാൻ വേണ്ടി ചോദിക്കുവേ. എന്നാടാ നീ? അയ്യോടാ എന്നാടാ ചേട്ടാ, ഈ കിടക്കുന്ന കരിയിലെടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാൻ പറ്റും. നിങ്ങൾ മാറ്റി വെച്ചോ. പൊന്നു മോനെ, ഞാൻ ഈ മുട്ടുമടക്കി നടുവളച്ച് ഈ ഇരിക്കുന്ന കരിയില ഇവിടുന്ന് എടുത്ത് ഇവിടെ കൊണ്ട് വെക്കാൻ അമ്മച്ചിക്ക് വയ്യട മക്കളെ. വയ്യുന്നു. ഈ ഇരിക്കുന്ന കൊട്ടയിലെ കരിയില എടുത്തിട്ട് ഇവിടെ കൊണ്ട് വെക്കാൻ നിങ്ങളെ കൊണ്ട് വയ്യട മക്കളെ. ഈ ഫോണിനകത്ത് കിടന്ന് കുത്തിമറിയാൻ നിങ്ങളെ കൊണ്ടാണ്. ദാറ്റ് ഈസ് മൈ ഹാപ്പിനെസ്. ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയിട്ട് വേറെ എലി അത് ഇതൊക്കെ ഈ എലിയെ കൊല്ലാൻ നിങ്ങളോട് വിഷം വെക്കാൻ പറഞ്ഞ നിങ്ങൾ വെച്ചോ? എടാ നീ പറഞ്ഞതിന്റെ പിറ്റേ ഞാൻ എലിയെ കൊല്ലാൻ വേണ്ടി ബ്രെഡിന്റെ 4 മുകളിൽ വിഷം ബ്രെഡ് വെച്ചതാണ്. എന്നിട്ട് ആ കള്ള പന്നി ഒന്ന് അതിന്റെ സെന്റർ മാത്രം തിന്നിട്ട് ആ ഫ്രെയിം എടുത്ത് അതിന്റെ തലക്കോട്ട് എന്റെ ഫ്രണ്ട് കൂടെ ചലക്കോ പിളക്കോ ഓടി കളിയാ. ഓ ഹരി രാമകൃഷ്ണ ജഗന്നാഥ് പ്രേമാനന്ദേ നിങ്ങളോട് ഞാൻ പറഞ്ഞു കേട്ടോ. എല്ലാം കൂടെ കണ്ടിട്ട് എന്റെ വെക്കട്ടോ ഒന്ന് കയറലെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അയ്യോ വിഷമിക്കട്ടെ. അതെ, എനിക്ക് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. എന്തോന്നല്ലേ നീ സീരിയസ് ആയിട്ട് എന്തോ പറയാൻ പോലും നേരത്തെ കൂട്ടി എക്സ്പ്രസ് ചെയ്തതാ. അയ്യോ അതല്ലെന്ന്, എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ടോ? അപ്പൊ വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല. നീ പണ ഈ നാട്ടിലെ ഒരു ചെറുക്കനും പെണ്ണും തമ്മിൽ ഇഷ്ടത്തിലാണ്. അവ രാവിലെ പോയി കണ്ടുപിടിച്ചോണ്ട് വന്നാക്കുന്നു. അത് ഈ നാട്ടിലെന്നല്ല, എല്ലാ നാട്ടിലും അങ്ങനെ തന്നെ. ചെറുക്കനും പെണ്ണും തമ്മിൽ ഇഷ്ടത്തിലാവും. പക്ഷെ ആ ചെറുക്കൻ ഞാനാണ്. പെണ്ണ് ഈ നാട്ടുകാരി അല്ലേ? എങ്ങനെ മനസ്സിലായി? ഏതെങ്കിലും പെണ്ണ് ഈ നാട്ടിലെ പെണ്ണ് വരുമോ എന്നിട്ട് പറയേ? എന്നെ കളിയാക്കരുത് കേട്ടോ. അല്ലാതെ നിങ്ങൾ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും അവളെ ഞാൻ കെട്ടും, അവളെ ഞാൻ കൊണ്ടുവരികയും ചെയ്യും. നിന്റെ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കൂല. ഞാൻ അവളെ കിട്ടും, ഞാൻ അവളെ കൊണ്ടുവരികയും ചെയ്യും, വിളിച്ചിറക്കി കൊണ്ടുവരികയും ചെയ്യും. ഇതാണ് ഇപ്പോഴത്തെ പിള്ളേരെ കുഴപ്പം. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ കല്യാണം. അതൊക്കെ ഞങ്ങളുടെ കാലത്ത്. നിങ്ങളുടെ കാലത്ത് എന്തുവായിരുന്നു? നിങ്ങളെ എങ്ങനെ ഇവിടെ കൊണ്ടുവന്നത്? എങ്ങനെ കൊണ്ടുവന്നത്? എന്റെ അപ്പൂപ്പൻ കാർണിവലിൽ വളയം എറിയാൻ പോയി, വളയം വന്ന് നിങ്ങളുടെ തലയിൽ കൂടെ വീണ് നിങ്ങളെ സമ്മാനം കിട്ടിയതല്ലേ ഇവിടെ? അല്ല നിങ്ങളെ കെട്ടിക്കൊണ്ട് വന്നൊന്നുമല്ലല്ലോ. എങ്ങനെ കിട്ടിയ എന്താ? അങ്ങനെ ഞാൻ പൊന്നുപോലെ നോക്കിയത്. ഈ പൊന്നു പോലെ നോക്കി വളർത്തിയ ആളെങ്ങനെ ചത്തത്? അതൊന്ന് പറഞ്ഞു. അത് നിന്റെ അപ്പൂപ്പന്റെ കയ്യിരിപ്പ്. എന്തോ കയ്യിലിരിപ്പ്? അങ്ങേർക്ക് രാവിലെ മുങ്ങിക്കുളിക്കുന്ന സ്വഭാവമുണ്ട്. അങ്ങേര് താഴത്തെ കുളത്തിൽ പോയി 1 മുങ്ങി പൊങ്ങി, 2 മുങ്ങി പൊങ്ങി, 3 മുങ്ങി പൊങ്ങിയത് ഇല്ല. ഞാൻ പോയി വർക്കല മുങ്ങി. എന്തോ പിന്നെ വെളിയിടണ്ടേ? നിങ്ങൾ ഇനി എന്തോ പറഞ്ഞാലും ചത്ത് വീണെന്ന് പറഞ്ഞാലും ഞാൻ അവളെ കെട്ടും, ഞാൻ അവളെ സ്വന്തമാക്കുകയും ചെയ്യും. എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം നീ അവളെ ഒന്ന് ജീവിക്കാൻ സമ്മതിക്കില്ലടാ. നമുക്ക് കാണാം കേട്ടോ. കാണാം. അമ്മൂന്റെ വീടല്ലേ? അമ്മൂന്റെ വീടല്ലേ എന്റെ വീടാണ്. നീ ഏതാടാ കൊച്ചേ? അയ്യോ എന്റെ മനസ്സിലായില്ലേ, ഞാൻ പ്രശസ്ത ഫോട്ടോഗ്രാഫർ കുമ്പള അമ്പിളി. മക്കളെ 2 എന്താ കുമ്പളപ്പം? അയ്യോ അതല്ലെന്നേ, എന്റെ പേരാ പറഞ്ഞേ, കുമ്പള അമ്പിളി സ്റ്റിൽ ഫോട്ടോഗ്രാഫർ. അത് പറയണ്ടേ, അമ്മച്ചിക്ക് പ്രായമായില്ലേ, അതുകൊണ്ടല്ലേ. ഏതാ ചായപ്പിലോട്ട് ഇറക്കി പോയി. എന്ത് സ്റ്റീൽ പൈപ്പ് കൊണ്ടുവന്നു? എന്റെ പോന്ന് ദൈവമേ, ഞാനിത് ആരോട് പറയാനാ? സുഹൃത്തെ, അമ്മ പറഞ്ഞിട്ടാണ് എവിടെ വന്നത്. അവക്ക് എന്തോ റീൽസ് എടുക്കണമെന്നോ വൈറലാവണമെന്നോ എന്നും പറഞ്ഞ് ലൊക്കേഷൻ അയച്ചത് ഈ വീട്. അതൊക്കെ എടേ നീ പറഞ്ഞ അമ്മൂന്റെ വീട് ഇതല്ല സുഹൃത്തെ. ഒരു കാര്യം ചെയ്യും, ലൊക്കേഷൻ അയച്ച നമ്പർ ഇല്ലേ, അവിടെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കുക. അപ്പൊ കാര്യം കഴിച്ചില്ലേ? സോറി എടോ. എന്തോന്ന് വെല്ലടിച്ചതാടാ? ഫോണ് വെല്ലടിച്ച? അയ്യേ, ഇതെന്റെ നമ്പറല്ലേ? ഇതാ എന്റെ അമ്മു. നീ തുളക്കി വന്ന അമ്മുവാണ് എന്റെ അമ്മുമ്മ. അമ്മുവിന്റെ ഷോർട്ട് നെയിമാണ് അമ്മു. അതൊന്നും നിനക്കറിയാമോ? നീ മാത്രമാണ് ഈ വീട് തിരക്കി പിടിച്ച് വന്നത്. ബാക്കിയുള്ളവരൊക്കെ കൊണ്ട് ആ വഴി വരെ വരുത്തതേ ഉള്ളൂ, അവിടെ അങ്ങ് പോത്തതേ. എന്റെ മോന് ഞാൻ വാടകയ്ക്ക് എടുത്ത് എന്റെ കോട്ട് ഈ ക്യാമറ. അമ്മമാരെ പെൻഷൻ പൈസ ഒക്കെ തോന്നുന്നുണ്ട്. പൈസ ഒക്കെ തരാമെന്ന് നീ പേടിക്കണ്ട. ഫോട്ടോയുടെ ലുക്കൊക്കെ ഉണ്ട്, പക്ഷെ ഈ കോസ്റ്റ്യൂം പോരാ. ഈ കോസ്റ്റ്യൂമാണ് നിന്റെ പ്രശ്നം. ഞാൻ എന്താ പോയിട്ട് പല്ല് വെച്ച് കുളിച്ച് ഇതാ വരുന്നു. കള്ളയുടെ പൂത്ത കാശുണ്ട് കേട്ടോക്കി, ഒരുമിച്ച് നമുക്ക് അടിച്ചു മാറ്റാം. ഏത് അതെന്റെ എത്തിക്സിനെ ബാധിക്കുന്ന കാര്യമാണ്, എന്നാലും ഒന്ന് ആലോചിക്കാം. കുട്ടി, അകത്തൊരു അമ്മ വരുന്നു, കണ്ടായിരുന്നു? ആ അമ്മ വേണ്ട മക്കളെ. ഞാൻ എന്നാ ലുക്കാന്ന്. ഒരു സ്റ്റിൽ എടുക്കട്ടെ. എന്തോന്നുള്ളേ ദർഭമുനെ കൊണ്ട് ശൗന്തള